ഒക്കെ ഈ ഇടതുപക്ഷം ശക്തി പ്രാപിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് കൂടുതൽ നല്ലൊരു കേരളം സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണം. ഒപ്പം നിലമ്പൂരിന്റെ വികസന സാധ്യതകളും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനാവണം. വലിയ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള സമയമൊന്നുമില്ല എന്നത് സത്യമാണ്. പക്ഷെ നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ കുറിക്കാനാവും. നിലമ്പൂരിന് അനുയോജ്യവും പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത്തരം ചില പദ്ധതികളുടെയെങ്കിലും അംഗീകാരം നേടുന്നതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയും ചെയ്താൽ പോലും അതൊരു വലിയ നേട്ടമായിരുന്നു. ഒരു പുതിയ തുടക്കത്തിൽ നിന്നാണ് തുടർച്ചകൾ ഉണ്ടാവുക. ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ അത് നിലമ്പൂരിന്റെ വികസന മുന്നേറ്റത്തിന്റെ ഒരു അടിത്തറയായി മാറും. ആ അടിത്തറയിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ 2026 ഒരിക്കൽ കൂടി കേരളം വിധിയെഴുതുമ്പോൾ തുടർച്ചയായ മൂന്നാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ അടിത്തറയിൽ നിന്നുള്ള ഒരു ആധുനിക നിലമ്പൂർ പടുത്തുയർത്തുക തന്നെ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ എല്ലാം ഭാഗമായി ഒരു നവകേരളം, കൂടുതൽ നല്ലൊരു കേരളം, വികസനോന്മുഖമായ ഒരു നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സകലരോടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനും അവരെ പ്രേരിപ്പിക്കാനും അവരമ്പലത്തെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ രംഗത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തനിച്ചല്ല മത്സരിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. നമുക്ക് ഈ നാടിനു വേണ്ടി ഒരുമിച്ച് മത്സരിക്കാം, ഒരുമിച്ച് പൊരുതി ജയിക്കാം എന്നാശിച്ചുകൊണ്ട് ഈ മഴയെല്ലാം അവഗണിച്ച് ഇവിടെ ഒഴുകിയെത്തിയ അവരമ്പലത്തെ പ്രിയപ്പെട്ടവരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് വിട്ടുവെച്ചതാണ് പര്യടന പരിപാടി. അപ്പോ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ഒക്കെ ഈ ഇടതുപക്ഷം ശക്തി പ്രാപിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് കൂടുതൽ നല്ലൊരു കേരളം സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണം. ഒപ്പം നിലമ്പൂരിന്റെ വികസന സാധ്യതകളും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനാവണം. വലിയ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള സമയമൊന്നുമില്ല എന്നത് സത്യമാണ്. പക്ഷെ നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ കുറിക്കാനാവും. നിലമ്പൂരിന് അനുയോജ്യവും പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക